മോക്ഷകവാടം തുറക്കും. രക്ഷാകരമുസ്തിയേ ശത്രുവിൻ അണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്ക് കൃപ നൽകിടേണം. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓരോ പ്രഭാതത്തിലും നിന്റെ വലിയ സ്നേഹവും കരുണയും ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ശക്തമായി ഇടപെടുന്നുണ്ട്. എന്നും ഞങ്ങളുടെ ഉള്ളവും മുഴുവനായും അങ്ങ് അറിയുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നല്ല ഈശോയെ, ഈ ദിവസവും ഇനിയുള്ള ഓരോ മണിക്കൂറുകളിലും അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വച്ചിട്ടുള്ള എല്ലാ പദ്ധതികളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ പോകുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വ്യക്തികളെ, കേൾക്കുകയും കാണുകയും ചെയ്യുന്ന അനുഭവങ്ങളെ എല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവയെല്ലാം ഞങ്ങളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൂതുവാഹകരാക്കണമേ. ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ സാന്നിധ്യവും മറ്റുള്ളവർക്ക് എന്നും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാന്നിധ്യമാക്കി തീർക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഞങ്ങളോടൊപ്പം എന്നും വസിക്കുവാൻ അപ്പമായി വന്നു വസിക്കുന്ന ഈശോയെ, അങ്ങേ സ്നേഹത്തണലിൽ ആയിരിക്കുന്ന ഞങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാനസങ്ങൾ അറിയുന്ന തമ്പുരാനെ, നിന്റെ സ്നേഹത്തിൽ നിന്നും അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. തിരികെ വരുവാനും നിന്റെ കാത്തിരിക്കുന്ന സ്നേഹത്തിലേക്ക് ഓടി വരുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കടമകളെയും ഉത്തരവാദിത്വങ്ങളെയും വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരെയും കുറ്റപ്പെടുത്താതെയും മുറിവേൽപ്പിക്കാതെയും പരാതികളൊന്നും കൂടാതെയും ഞങ്ങളുടെ ശുശ്രൂഷകൾ നിറവേറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. സമർപ്പിത ജീവിതത്തിൽ ആയിരിക്കുന്നവരും മാതാപിതാക്കൾ എന്നുള്ള നിലയിലുള്ളവരും മക്കളെന്ന നിലയിലുള്ളവരും മതബോധന അധ്യാപകർ, വിശ്വാസ പരിശീലകർ എന്നുള്ള എല്ലാ നിലകളിലും ഞങ്ങളെ വിളിച്ച് അധികാരം നൽകി അയച്ചിരിക്കുമ്പോൾ ഈ വിളിയിൽ വിശ്വസ്തരായിരിക്കുവാനും പൂർണ്ണ സമർപ്പണം നടത്തുന്നതിനുമായുള്ള കൃപയും അനുഗ്രഹവും
ഞങ്ങൾക്ക് നൽകണമേ. ഓ പരിശുദ്ധ മാതാവേ, അമ്മയുടെ ആ വലിയ സമർപ്പണത്തിൻ്റെ ഓർമ്മ ഞങ്ങളിന്ന് ആഘോഷിക്കുകയാണല്ലോ. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധമായ സമർപ്പണം പോലെ ഈ ദിവസം, ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ ഈശോയെ, ഞങ്ങളെയും അങ്ങേക്ക് പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഈ സമർപ്പണത്തിൽ ത്യാഗങ്ങളുണ്ടെന്നും വേദനകളും സഹനങ്ങളുമുണ്ടെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തന്നെ തന്നെ വിട്ടു നൽകലാണ് സമർപ്പണം. എല്ലാറ്റിനുമുപരി ദൈവത്തിന് മഹത്വമുണ്ടാകുവാൻ വേണ്ടി മാത്രമാകട്ടെ ഞങ്ങളുടെ ഈ സമർപ്പണം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഓ ദിവ്യകാരുണ്യേശോയെ, ഈ ആരാധനാ നേരം നിന്നെ സ്തുതിച്ച് ആരാധിച്ച് വാഴ്ത്തുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുകയാണ്, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. രോഗത്താലും ശാരീരിക അസ്വസ്ഥതകളാലും വിഷമിക്കുന്ന വൈദികരുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവരെല്ലാം ഞങ്ങളങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സൗഖ്യപ്പെടുത്തി ശക്തിപ്പെടുത്തി അവരെ നീ ജീവിതയാത്രയിൽ മുന്നോട്ട് നടത്തണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി രോഗികളായി മാറിയ സഹോദരങ്ങളെ ഓരോരുത്തരെയും അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ. എല്ലാ പൈശാചിക ബന്ധനങ്ങളും അവരിൽ നിന്നും അഴിഞ്ഞു പോകുവാൻ, അകന്നു പോകുവാൻ അങ്ങിടയാക്കണമേ. യേശുനാമത്തിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ അവരിൽ നിന്നും എല്ലാ പൈശാചിക ബന്ധനങ്ങളും വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന. നിന്ദനങ്ങളും അപമാനങ്ങളും ഒക്കെയായി വേദനിക്കുന്ന, വിഷമിക്കുന്ന, ഒറ്റപ്പെട്ടു പോയിട്ടുള്ള, ചിലപ്പോൾ കുടുംബങ്ങളിൽ പോലും ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അവർക്ക് അങ്ങ് കൂട്ടായിരിക്കണമേ. അങ്ങയുടെ ചെങ്കോട് ചേർത്ത് അവരെ പുണരണമേ, കൂടെ നടക്കണമേ. എല്ലാ ദുഃഖങ്ങളും ഏറ്റെടുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ദിവ്യകാരുണ്യേശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. തോബിത്തിന്റെ പുസ്തകത്തില് 7-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്: കുഞ്ഞേ, ധൈര്യമായിരിക്കുക, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും. ധൈര്യം അവലംബിക്കൂ. ഈശോയെ, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ വേണ്ടുന്ന വലിയ ധൈര്യവും ശക്തിയും അതിനുള്ള മനസ്സും ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് നൽകുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിന് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും എന്ന് യേശു നമ്മോട് പറയുന്നു. വചനത്തിൽ വിശ്വസിച്ച് വളരുവാൻ, ജീവിക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മെ അലട്ടുന്ന എല്ലാ ദുഃഖങ്ങളെയും, നമ്മെ ഭാരപ്പെടുത്തുന്ന എല്ലാ ഭാരങ്ങളെയും വിട്ടുകൊടുക്കാൻ കർത്താവിന് അവിടുന്ന് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കും. നമുക്ക് അവിടുത്തെ ആശ്വാസം സ്വീകരിക്കാം, അവിടുത്തെ സന്തോഷം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ
ആശ്വാസം നൽകി സന്തോഷം നൽകി ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ